വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. നമ്മൾ സ്മാർട്ട് ഫോൺ യൂസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ടെൻഷൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ കേടാകുമ്പോഴാണ്. കാരണം നമ്മൾ സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് നമ്മുടെ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, കോൺടാക്റ്റ്, മെസ്സേജ് അല്ലെങ്കിൽ പാസ്വേഡ്സ്, ജിമെയിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ലീക്ക് ആകുമോ, അതുമല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നമ്മളിൽ മിക്ക ആളുകൾക്കുമുണ്ട്. അത്തരത്തിലൊരു പാതി മനസ്സോട് കൂടിയാണ് നമ്മൾ മിക്ക ആളുകളും സ്മാർട്ട് ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കാറുള്ളത്. എങ്കിലും ഞാൻ ഇനി പറയാൻ പോകുന്ന വീഡിയോയിലുള്ള കാര്യം എന്ന് പറയുന്നത് സാംസങ് യൂസേഴ്സിന് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. സാംസങ് യൂസേഴ്സിന് മാത്രം, അതായത് സാംസങ്ങിൻ്റെ ഒരു കിടിലൻ ഫീച്ചറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഏതൊക്കെ സ്മാർട്ട് ഫോണിലാണ് സാംസങ്ങിൻ്റെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ പറയുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയ ലൈക്ക് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഈ ഒരു ഫീച്ചർ എന്നും ഈ ഒരു ഫീച്ചർ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് മോഡ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം എന്താണ് ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് എത്തരത്തിലാണ് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ലഭിക്കാറുള്ളത്, അതിൽ യാതൊരു തരത്തിലുള്ള ഡാറ്റാസ്, അതായത് കോൺടാക്റ്റ്, ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതേ ഒരു കണ്ടീഷനിലായിരിക്കും ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എനേബിൾ ചെയ്ത സ്മാർട്ട് ഫോൺ നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ലഭിക്കുക. ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ആയിട്ടുള്ള ഫോട്ടോസോ, വീഡിയോസോ, കോൺടാക്റ്റോ, ജിമെയിലോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 100% സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ടാണ് കമ്പനി ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസ് യാതൊരു തരത്തിലുള്ള മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റാസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം വേണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു മെയിൻ്റനൻസ് മോഡ് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ ഡിസേബിൾ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളും മിസ്യൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഡാറ്റാസൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമില്ലാതെ ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എനേബിൾ ചെയ്തിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എനേബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഡാറ്റാസ് ഡിലീറ്റ് ആവാനോ അല്ലെങ്കിൽ ഫോൺ ഫോർമാറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇല്ല എന്നത് തന്നെയാണ് അതിലുള്ള ഉത്തരം. അതായത് നമ്മൾ ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ഫോണിൻ്റെ സ്റ്റോറേജിനെ 2 സ്റ്റോറേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡാറ്റ അടങ്ങിയിട്ടുള്ള ആ ഒരു സ്റ്റോറേജും, സെക്കൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഈ ഒരു മെയിൻ്റനൻസ് മോഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് സ്റ്റോറേജ്, അതായത് ഈ ഒരു മെയിൻ്റനൻസ് മോഡ് യൂസ് ചെയ്യുന്ന ടെക്നീഷ്യന് യാതൊരു തരത്തിലും ഈ ഒരു ഫസ്റ്റ് സ്റ്റോറേജ് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസ് അതിൽ നിന്ന് ഡിലീറ്റ് ആവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഡാറ്റാസ് അതിൽ ചോർത്താനോ അല്ലെങ്കിൽ ഫോൺ ഫോർമാറ്റ് ചെയ്യാനോ സാധിക്കില്ല. പകരം ഈ ഒരു സെക്കൻഡ് സ്പേസ് എന്ന് പറയുന്നത് ഒരു പുതിയ ഫോണിൻ്റെ ആ ഒരു തരത്തിൽ അവർക്ക് ക്യാമറയുടെ ഇഷ്യൂ ആണെങ്കിൽ ക്യാമറ ചെക്ക് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ മറ്റ് ഇഷ്യൂസ് ആണെങ്കിൽ ഒക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അവർക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ തന്നെ ഗാലക്സി സ്റ്റോറിൽ നിന്ന് അവർക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ പരിശോധിക്കാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ടെക്നീഷ്യന് ഫസ്റ്റ് സ്പേസിലേക്ക് യാതൊരു തരത്തിലുള്ള ആക്സസും ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസ് ഒക്കെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ആവാനോ ഫോർമാറ്റ് ആവാനുള്ള സാധ്യത അതിലില്ല എന്നത് ചുരുക്കം. എനിവേ ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ് സ്മാർട്ട് ഫോൺ യൂസർ ആണെങ്കിൽ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക. അവിടെ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് അഡീഷണൽ കെയറിൽ നമുക്ക് മെയിൻ്റനൻസ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എനേബിൾ ആവും. എനിവേ നമ്മുടെ റിപ്പയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എങ്ങനെയാണ് എക്സിറ്റ് ആവുക അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തുക. അവിടെ ആ കാണുന്ന ആ ഒരു മെയിൻ്റനൻസ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ ഫിംഗർ ലോക്ക് ഏതാണോ ഉള്ളത് ആ ഒരു കാര്യം ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ എത്തരത്തിലായിരുന്നോ നമ്മൾ ആ ഒരു സമയം വരെ യൂസ് ചെയ്തിരുന്നത് അത്തരത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എന്ന് പറയുന്ന മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഫോൺ റിപ്പയറിന് കൊടുക്കാവുന്നതാണ്. ഇനി ഏതൊക്കെ സാംസങ് സ്മാർട്ട് ഫോണുകളാണ് ഈ ഒരു ഫീച്ചർ ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ UI5 സപ്പോർട്ട് ആയിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോണും ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സാംസങ് ഗാലക്സി S21 സീരീസിലും അതുപോലെ തന്നെ S22 സീരീസിലും സാംസങ് ഗാലക്സി Z Fold 4, Z Flip 4
ഈ ഒരു ഫോണുകളിലൊക്കെ എനിക്ക് ഈ ഒരു മെയിൻ്റനൻസ് മോഡ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര അതുപോലെ തന്നെ സാംസങ് ഗാലക്സി എ സീരീസിലുള്ള ഫോണുകളിലൊന്നും ഈ ഒരു മോഡ് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇത് ഡിപ്പെൻസ് ഓൺ റീജിയൻ ആണ്, ഡിപ്പെൻസ് ഓൺ മോഡലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ മിക്ക സ്മാർട്ട് ഫോണുകളും ഈ ഒരു മെയിൻ്റനൻസ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷന് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സാംസങ്ങിൻ്റെ ഈ ഒരു മെയിൻ്റനൻസ് മോഡിനെ കണക്കാക്കാം. എനിവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സാംസങ് സ്മാർട്ട് ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾ മറ്റ് സാംസങ് സ്മാർട്ട് ഫോൺ യൂസേഴ്സിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സാംസങ് സ്മാർട്ട് ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എനേബിൾ ആണെങ്കിൽ ആ ഒരു സാംസങ് മോഡൽ നെയിമോട് കൂടിയിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് കൂടി അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നതാണ്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.